കൃഷിവകുപ്പ് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ഒഴിവാക്കി. RSS ആരാധിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്നും രാജ്ഭവൻ വൈകിട്ട് അറിയിച്ചു. ഇത് സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് കൃഷിമന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. പിന്നാലെ കൃഷിവകുപ്പ് പരിപാടി സെക്രട്ടേറിയറ്റിൽ നടത്തുകയാണ്. വിവരങ്ങളുമായി TV പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ രാജ്ഭവനിൽ നടത്താനിരുന്ന പരിപാടി ഇപ്പോൾ കൃഷിവകുപ്പ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതുമേലൊരു പ്രതികരണം കൃഷിവകുപ്പ് നടത്തുന്നുണ്ടോ? എന്താണ് രാജ്ഭവൻ ഈ പരിപാടി ഒഴിവാക്കിയതിനെ കുറിച്ച് പ്രതികരിക്കുന്നത്? സ്മൃതി, ഗുരുതരമായ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ രാവിലെ നടന്നിരിക്കുന്നത്. രാജ്ഭവനും കൃഷിവകുപ്പും തമ്മിൽ കോർക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇന്ന് രാവിലെ കൃഷിവകുപ്പ് രാജ്ഭവനിലായിരുന്നു പരിസ്ഥിതി ദിന പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ അവിടെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമേ പരിപാടി തുടങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് രാജ്ഭവൻ അറിയിച്ചു. അങ്ങനെയെങ്കിൽ ആ പരിപാടിക്ക് നമുക്ക് നിൽക്കാൻ കഴിയില്ല, സർക്കാരിൻ്റെ പ്രോട്ടോക്കോളിലോ സർക്കാരിൻ്റെ നടപടികളിലോ അതില്ല എന്ന് കൃഷിവകുപ്പ് അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് കൃഷിവകുപ്പ് ആ പരിപാടി നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയത്. സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന പരിപാടിയിലാണ് കൃഷിമന്ത്രി P. പ്രസാദ് ഇനിയിപ്പോൾ പങ്കെടുക്കുക. P. പ്രസാദ് ഇന്ന് രാവിലെ ഗവർണർക്കൊപ്പം രാജ്ഭവനിലായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. ഇത് RSS വൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നതുകൊണ്ട് ആ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്നും പറയുന്നു. അല്പസമയം മുമ്പ് നമ്മുടെ വാർത്താ സംഘം രാജ്ഭവനിലേക്ക് എത്തിയപ്പോൾ രാജ്ഭവനിലേക്ക് പ്രവേശനമില്ലെന്നും PRDക്ക് മാത്രമാണ് ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുവാദമെന്നും പറഞ്ഞ് മറ്റ് മാധ്യമങ്ങളെ മുഴുവൻ അവിടെ നിന്ന് മടക്കി അയക്കുന്ന സ്ഥിതി ഉണ്ടായി. ആരെയും രാജ്ഭവനിലേക്ക് കയറ്റുകയും ഉണ്ടായില്ല. നേരത്തെ രാജ്ഭവൻ തന്നെ ക്ഷണിച്ച പരിപാടിയാണ് ഇതെന്നോർക്കണം. കൃഷിവകുപ്പ് നേരത്തെ രാജ്ഭവനിൽ ചടങ്ങുകൾ നിർബന്ധമാണ്, ഭാരതാംബയെ നമിക്കുന്ന ചടങ്ങ് നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് കൃഷിവകുപ്പ് ആ പരിപാടി സെക്രട്ടേറിയറ്റിൽ നടത്തിയാൽ മതി എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ കൃഷിമന്ത്രി P. പ്രസാദിനെയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ കൃഷിമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ചടങ്ങാണ്. സെക്രട്ടേറിയറ്റ് മുന്നിൽ ചെടി നട്ടുകൊണ്ടുള്ള ചടങ്ങ് പുരോഗമിക്കുകയാണ്. TV പ്രസാദാണ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ രാജ്ഭവനിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് CPIയുടെ നിലപാട് ബിനോയ് വിശ്വം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഗവർണർ രാഷ്ട്രീയം കളിക്കരുത്, രാജ്ഭവൻ ആ തരത്തിൽ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കാൻ CPI അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ RSSുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുമ്പോൾ പൊതുവെ മൗനം പാലിക്കുന്നു ഇടതുപക്ഷം എന്നുള്ള വിമർശനങ്ങൾക്കിടെയാണ് CPIയുടെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. കൃഷിവകുപ്പ് അവരുടെ പരിപാടി സെക്രട്ടേറിയറ്റിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മന്ത്രിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ പ്രസാദ്? മന്ത്രിയുടെ പ്രതികരണം ഉറപ്പായും ഉണ്ടാകും. എന്തുകൊണ്ടാണ് രാജ്ഭവനിലെ പരിപാടി ഒഴിവാക്കിയതെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് വിശദീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇത് CPIയുടെ നിലപാടല്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഉറപ്പായും P. പ്രസാദിൻ്റെ പ്രതികരണം ഉണ്ടാവും. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി വരുന്നുണ്ട്. അതായത് രാജ്ഭവനിൽ സർക്കാർ പരിപാടി ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ശ്രുതി രാജീവ് ചന്ദ്രശേഖർ. താൻ അതിനെപ്പറ്റി എന്ന മറുപടിയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവർണറുമായി ഇടയുകയാണ് സർക്കാർ എന്നതിൻ്റെ സൂചനകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വരുന്നുണ്ട്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിനു ശേഷം സംസ്ഥാനത്തെ സർക്കാരും അതുപോലെ ഗവർണറുമായി നല്ല നിലയിൽ നല്ല അടുപ്പത്തിൽ പോകുന്നതിനിടയിലാണ് വീണ്ടും ചില അസ്വാരസ്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള സമയത്തും ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്ക് അന്ന് സർക്കാർ പോയില്ല എന്നുള്ളതാണ്. അതായത് രാജ്ഭവനെ RSS വൽക്കരിക്കുന്ന രീതിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മാത്രമേ പരിപാടി ആരംഭിക്കാൻ പാടുള്ളൂ എന്ന നിലപാടിലേക്ക് രാജ്ഭവൻ എത്തുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ കടുത്ത നടപടിയിലേക്ക് കൃഷിവകുപ്പ് പോകാനുമുള്ള കാരണം. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ് സർക്കാർ രാജ്ഭവൻ കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഗവർണർ വന്നതിന് ശേഷം ഒരു പരസ്യമായ ഏറ്റുമുട്ടൽ രാജ്ഭവനുമായി സർക്കാർ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം പരിപാടി തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം അത് സർക്കാർ തലത്തിൽ എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന സ്റ്റാൻഡാണ് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദും കൃഷിവകുപ്പും സ്വീകരിച്ചത്. ആ നിലപാടാണ് അല്പസമയം മുമ്പ് ബിനോയ് വിശ്വവും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് പരിപാടി ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല, ആ പരിപാടി ഒഴിവാക്കുകയല്ല സ്മൃതി ചെയ്തത്, പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ തന്നെ ഗവർണർ രാജ്ഭവനെ രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. ആഘോഷ പരിപാടി ഒഴിവാക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ്
ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തന്നെ മരം നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയാണ് സർക്കാർ. രാജ്ഭവന്റെ നിർദ്ദേശം ഭാരതമാതാവ് ഭാരതാംബ എന്നുള്ള ചിത്രം യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഭാരതാംബ എന്ന രൂപത്തിൽ പുറത്തുവരുന്ന ഒരു ചിത്രമല്ല, അത് RSS സ്ഥിരമായി ഉപയോഗിക്കുന്ന ചിത്രമായിരുന്നു. അപ്പോൾ RSSന്റെ താല്പര്യങ്ങൾ നടപ്പാക്കേണ്ട ഒരിടമല്ല രാജ്ഭവൻ എന്നുള്ളതാണ്. രാജ്ഭവനിൽ അത്തരം രാഷ്ട്രീയ നിലപാടുമായി ഗവർണർക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള CPIയുടെ നിലപാട് നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു. ഇപ്പോൾ മന്ത്രി P പ്രസാദും പ്രതികരിച്ചിരിക്കുകയാണ്. TV പ്രസാദിലേക്ക്. പ്രസാദ്, ഇപ്പോൾ CPI ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ എടുക്കുകയാണ്. RSS CPM സഖ്യമുണ്ട് പല വിഷയങ്ങളിലും പ്രതികരിക്കേണ്ടിടത്ത് CPM മൗനം പാലിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നതിനിടയ്ക്കാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ശക്തമായ നിലപാട് CPI എടുത്തിരിക്കുന്നത്. രാജ്ഭവനിലെ പരിപാടി തന്നെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് പരിപാടി മാറ്റുന്നു. ഇതിൽ CPIയുടേത് ഒരു വ്യത്യസ്ത നിലപാടാണ്, അല്ലെങ്കിൽ കാര്യങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുന്നത് CPI ആണ് എന്ന് കരുതേണ്ടി വരില്ലേ? സ്മൃതി, ഇതൊരു സർക്കാരിൻ്റെ തീരുമാനം തന്നെ ആകാനാണ് സാധ്യത. അതല്ലെങ്കിൽ മാറ്റിവെച്ച പരിപാടി ഇത്ര വേഗം സെക്രട്ടേറിയറ്റിൽ നടത്താൻ കൃഷി വകുപ്പിന് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ കൂടി അറിവുണ്ടെങ്കിൽ മാത്രമേ ഇത്തരമൊരു പരിപാടി ബഹിഷ്കരിക്കാനും അതോടൊപ്പം തന്നെ പരിപാടി സെക്രട്ടേറിയറ്റിൽ തന്നെ മാറ്റി നടത്താനും കഴിയൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്മൃതി പറഞ്ഞതുപോലെ ഒരുപക്ഷെ നേരത്തെ മുതൽ ഗവർണർ എടുക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് അത് CPM ആയിരുന്നില്ല, മറിച്ച് CPI ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ സർക്കാർ അറിഞ്ഞുകൊണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ തന്നെയും ഇതൊരു CPIയുടെ സമ്മർദ്ദമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഗവൺമെൻറ് ഇതിലെടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് വരും കാലത്ത് രാജ്ഭവനും സർക്കാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ്. ഈ സമയത്താണ് സ്മൃതി നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാനും നിലവിലുള്ള ഗവർണറെയും നമുക്ക് താരതമ്യം ചെയ്യേണ്ടത്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രത്യക്ഷമായ ഏറ്റുമുട്ടലാണ് സർക്കാരുമായി നടത്തിയതെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ഗവർണർ കൃത്യമായി അവരുടെ അജണ്ട നടപ്പാക്കുന്നു എന്ന സംശയത്തിലേക്കാണ് സർക്കാരും CPMഉം CPIയും നീങ്ങുന്നത് എന്നുള്ളതാണ്. പരസ്യമായ ഒരു ഏറ്റുമുട്ടലുമില്ല, പരസ്യമായി നല്ല സൗഹൃദമുണ്ട്. പക്ഷേ RSS നേതാവിനെ കൊണ്ട് രാജ്ഭവനിൽ പ്രസംഗിപ്പിക്കുന്നു. RSS മാത്രം ഉപയോഗിക്കുന്ന ചിത്രത്തിന് മുന്നിൽ അവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം മാത്രം പരിപാടി നടത്തിയാൽ മതി എന്ന് പറയുന്നു. ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ പരസ്യമായി സർക്കാരിനോട് ഏറ്റുമുട്ടുന്ന നിലയിലേക്കാണ് വന്നതെങ്കിൽ നിലവിലുള്ള ഗവർണർ യഥാർത്ഥത്തിൽ എന്താണോ RSS ചെയ്യേണ്ടത് അത് ചെയ്യുന്നു എന്ന രീതിയിലേക്ക്, എന്ന വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തുന്നു. അത് തിരിച്ചറിയുന്നു സർക്കാർ എന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെ അവിടെ RSS നേതാവ് നടത്തിയ പ്രസംഗവും ഇപ്പോൾ രാജ്ഭവനിലെ പരിപാടി തന്നെ ബഹിഷ്കരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് രാജേന്ദ്ര അർലേക്കറിലേക്കുള്ള മാറ്റം എന്നുള്ളത് സർക്കാർ രാജ്ഭവൻ പോര് ഇല്ലാതാകുന്നു എന്നുള്ളതല്ല, കൂടുതൽ മൂർച്ഛിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ള സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരിക്കലും രാജ്ഭവനിൽ നടന്ന ഒരു പരിപാടി സർക്കാരിന് ബഹിഷ്കരിക്കേണ്ടി വന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ ഈ ഗവർണർ വന്ന് അധിക നാൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് രാജ്ഭവന്റെ ഒരു നിർബന്ധം, ആ നിർബന്ധത്തിന് വഴങ്ങാൻ കഴിയില്ല എന്ന ഒരു നിലപാടെടുത്ത് കൃഷിമന്ത്രിയും അതുപോലെ വകുപ്പും ആ പരിപാടി അവിടെ നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഇത് സർക്കാർ രാജ്ഭവൻ ഏറ്റുമുട്ടലാണ്, RSS വൽക്കരണം നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സർക്കാരിൻ്റെ മെസ്സേജ് കൃത്യമായി രാജ്ഭവന് കൊടുക്കലാണ് എന്നുള്ളതാണ്. ഇനി മുതൽ അങ്ങോട്ടേക്ക് ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം മാത്രമേ രാജ്ഭവനിലെ പരിപാടി തുടങ്ങാൻ അനുവദിക്കുകയുള്ളൂ എന്ന രാജ്ഭവന്റെ ഇന്നുണ്ടായ സ്റ്റാൻഡ് അത് വരും ദിവസങ്ങളിൽ ഉണ്ടായാൽ ഒരു കാര്യം ഉറപ്പാണ് സ്മൃതി, ഇനിയിപ്പോൾ സർക്കാരിൻ്റെ പരിപാടികൾ രാജ്ഭവനിൽ നടക്കുന്ന കാര്യത്തിലും അതിൽ വ്യക്തമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന കാര്യം ഉറപ്പാണ് സ്മൃതി. CPI ഒറ്റയ്ക്കെടുത്തൊരു നിലപാടായി കാണാൻ കഴിയില്ല, സർക്കാരിന്റെ നിലപാടായിട്ട് തന്നെ കാണണം. അപ്പോൾ ഒരു ശക്തമായ പ്രതികരണം മറ്റു നേതാക്കളിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നടക്കം ഈ വിഷയത്തിൽ വരാനുള്ള സാധ്യത ഇന്നുണ്ടോ പ്രസാദ്? അതുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് സ്മൃതി. കാരണം നേരത്തെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ തന്നെ RSS നേതാവിൻ്റെ പ്രസംഗത്തെ തള്ളിയതാണ് മുഖ്യമന്ത്രി. ആ ചോദ്യങ്ങളോട് പറഞ്ഞത് അത് ശരിയായ നിലപാടല്ല
എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഒരു നിർബന്ധമാണ് രാജ്ഭവന്റെ ഭാഗത്തുണ്ടായത് എന്നത് ഓർക്കണം. അതായത് ഈ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം പരിപാടി തുടങ്ങിയാൽ മതി എന്നുള്ളത് അത് രാജ്ഭവന്റെ ഒരു നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് മുന്നിൽ കീഴടങ്ങിക്കൊണ്ട് അതിൽ പുഷ്പാർച്ചന നടത്തുന്നത് കണ്ടുകൊണ്ട് ഈ പരിപാടി നടത്തണോ അതല്ല അത് ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരണോ എന്ന രണ്ട് ചോദ്യങ്ങളായിരുന്നു സർക്കാരിന്റെ മുന്നിൽ. ആ ചോദ്യത്തിന് മുന്നിൽ CPI പറഞ്ഞ മറുപടി രാജ്ഭവനെ അനുസരിക്കേണ്ടതില്ല, ആ പരിപാടി ബഹിഷ്കരിക്കാം എന്ന നിലപാട് CPI എടുത്തപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും സർക്കാരും ആ നിലപാടിനൊപ്പം നിന്നതായിരിക്കണം. അതുകൊണ്ടാണ് അധികം വൈകാതെ ഏതാണ്ട് അതേ സമയത്ത് തന്നെ സെക്രട്ടേറിയറ്റിൽ പരിപാടി നടത്താൻ CPI ഭരിക്കുന്ന കൃഷി വകുപ്പിന് കഴിയുകയും ആ പരിപാടിയിൽ കൃഷി വകുപ്പ് മന്ത്രി തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടാവുക. സ്മൃതി, ശരി. CPI മന്ത്രി പി പ്രസാദിന്റെ പ്രതികരണമാണ് കണ്ടത്. ഏതായാലും രാജ്ഭവനെ ഒരു രാഷ്ട്രീയ വേദിയാക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് ഇപ്പോൾ കൃഷി വകുപ്പ് എടുത്തിരിക്കുന്നു. കൃഷിമന്ത്രിയുടെ പ്രതികരണം, CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കണ്ടു. പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയും